ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ അൾട്ടോർക്ക് എത്ര മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം എത്ര മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ അൾട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി. നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോന്നും ചെയ്ത് വരികയാണ്. അപ്പം നമ്മുടെ അൾട്ടോ എടുത്ത് ഇപ്പം നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അൾട്ടോക്ക് എത്ര മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പം നമുക്ക് ഏകദേശം 18 കിലോമീറ്ററോളം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് നേരെ മാഹി പോയിരുന്നു. മാഹി പോയപ്പം ഏകദേശം നമ്മൾ ഇവിടുന്ന് എണ്ണ തീർന്നിനി. അപ്പോൾ നമ്മൾ ഒരു 500 രൂപക്കായിരുന്നു എണ്ണ അടിച്ചിട്ടുള്ളത്. 500 രൂപയ്ക്ക് എണ്ണ അടിച്ച് നമ്മൾ മാഹി കറക്റ്റ് എത്തിയപ്പം നമ്മളെ എണ്ണ അവിടുന്ന് ഫ്യൂവല് തീർന്നു. അപ്പോൾ തീർന്നപ്പോൾ നമ്മൾ ഏകദേശം 82 കിലോമീറ്ററോളാണ് നമ്മൾ ഓടിയത് കണക്ക് വെച്ച് നോക്കുമ്പോൾ. പോരാത്തതിനും അവിടെ പറഞ്ഞാൽ നമ്മളെ ഈ ഒരു മാഹിക്ക് തന്നെ വടകര റോഡൊക്കെ പറഞ്ഞാൽ പറ്റ മോശം റോഡുമാണ്. നമുക്ക് സ്ലോയിലേ പോകാൻ കഴിയുള്ളൂ, കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ലെവലിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 18-19 മൈലേജൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. നമ്മളെ വണ്ടിക്ക് AC ഇല്ല കേട്ടോ. അപ്പോൾ AC ഇല്ലാത്തപ്പോഴുള്ള മൈലേജാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു 19 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ 82 കിലോമീറ്ററാണ് ഒരു 500 രൂപയ്ക്ക് അടിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഓടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ആ ഒരു സ്ഥലത്തെത്തിയപ്പം കറക്റ്റ് എണ്ണ മിസ്സിങ് വന്ന്, ഇവിടുന്ന് പോകുമ്പോഴും എണ്ണ മിസ്സിങ് വന്ന് 500 രൂപയ്ക്ക് അടിച്ചതാണ്. അവിടെ കറക്റ്റ് എത്തിയപ്പോഴും എണ്ണ മിസ്സിങ് വന്ന്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 82 നമ്മൾ ആ 1 ലിറ്റർ കൊണ്ട് അരിച്ചിട്ട് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഏകദേശം 18-19 ആ ഒരു ലെവലിലാണ് കിട്ടുക. കാരണം അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണ്. വടകര കൊയിലാണ്ടി കഴിഞ്ഞ് വടകര വരെ, വടകരയും തലശ്ശേരി അല്ല മാഹി എത്തുന്നവരെ ഏകദേശം റോഡൊക്കെ കുറച്ച് മോശം തന്നെയാണ്. അപ്പോൾ ആ ലെവലിലാണ് നമുക്കിപ്പം വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്തത് കുറേ വർക്ക് ചെയ്യാണ്ട്, വണ്ടിമേൽ ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, മുകളിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കാണ്ട്, അതൊക്കെ പെട്ടെന്നുണ്ടാവും സ്റ്റിക്കർ. അതേപോലെ തന്നെ നമ്മളെ മിറർ നമ്മൾ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കാണ്ട്, അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ആ വീഡിയോക്ക് ജസ്റ്റ് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ വണ്ടിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റിക്കർ കാര്യങ്ങളും ബാക്കി വർക്കുകളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ ഓക്കെ, ബൈ.